ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മാധുര്യമ്മ പറയുന്നുണ്ട് പൂജ മത്സരിക്കുമെന്ന്. അപ്പോൾ രാജേഷ് ഇരളച്ചമ്മ ചോദിക്കാണ്, പൂജ മത്സരിക്കാൻ ഇല്ലെന്നല്ലേ പറയുന്നേ? സത്യത്തിൽ ഇത് ഞാൻ ഒരു രസമായിട്ടും കൂടിയാണ് ഞാൻ കണ്ടത്. പൂജയ്ക്ക് പേടിയാണെങ്കിൽ മത്സരിക്കേണ്ട എന്ന് പറയാം. അപ്പോൾ മധു ആൻറ്റി പറയുന്നുണ്ട്, അപ്പോൾ മത്സര വിജയായി അനുകുട്ടിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞെന്ന്. ശേഷം പൂജ സമ്മതിക്കാണ് മത്സരത്തിന്. അങ്ങനെ മത്സരത്തിനുള്ള സമയം തുടങ്ങാണ്. പ്രിയയെ സഹായിക്കാൻ മധു ആൻറ്റിയും പൂജയെ സഹായിക്കാൻ മാധുര്യമ്മയും നിൽക്കുന്നുണ്ട്. അങ്ങനെ പൂജയും പ്രിയയും ചായ വെക്കുമ്പോൾ പൂജയുടെ കയ്യിൽ പഞ്ചസാര തീർന്നിരിക്കുകയാണ്. അതറിയുമ്പോൾ പ്രിയയും മധുവാനിയും സന്തോഷിക്കുന്നുണ്ട്. ഈ ഗെയിമിൽ പ്രിയ വിജയിക്കും എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ചായയുടെ രുചി കൂട്ടാൻ പിസ്തയും ബദാമും ഒക്കെ പൊടിച്ചിടാണ് പ്രിയ. അങ്ങനെ മത്സരത്തിന്റെ ലാസ്റ്റ് നിമിഷം പൂജ ഒരു ഏലക്കായ കൂട്ട് ഇടാണ് ചായയിൽ. അങ്ങനെ മത്സരം കഴിഞ്ഞ് പൂജയും പ്രിയയും ചായയും കൊണ്ട് രാജേഷ് ഇളയച്ചമ്മയുടെ അടുത്തേക്ക് പോവാണ്. ശേഷം രണ്ടുപേരും കൊണ്ടുവന്ന ചായ രാജേഷ് ഇളയച്ചമ്മ 2 ഗ്ലാസ്സിലാക്കി ഒഴിക്കുകയാണ്. പ്രിയ കൊണ്ടുവന്ന കോഫി അച്ചമ്മയ്ക്ക് കൊടുക്കുമ്പോൾ അതിൽ മുടി കാണുകയും അച്ചമ്മ അത് വേണ്ട എന്ന് പറയുകയുമാണ്. രാജേഷ് ഇളയച്ചമ്മ പറയും, എനിക്ക് കോഫി വേണ്ട, പൂജയാണ് ഈ മത്സരത്തിൽ വിജയിച്ചതെന്ന് പറയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, കൂടെ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്